ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പരയിൽ ഗംഭീര പ്രകടനമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഒരു മത്സരത്തിൽ മാത്രമാണ് ഇംഗ്ലണ്ടിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 4 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കിയത് ഇന്ത്യ തന്നെയാണ്. ഏതായാലും T20 റാങ്കിങ് ഇപ്പോൾ ICC പുതുക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങൾ വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സൂപ്പർ താരം അഭിഷേക് ശർമ്മ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മെൻസ് T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ ഇപ്പോൾ അഭിഷേക് ശർമ്മക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 38 സ്ഥാനങ്ങൾ അദ്ദേഹം മുന്നേറിക്കൊണ്ടാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ബാറ്റർ നിലവിൽ അഭിഷേക് ശർമ്മയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മാത്രമല്ല, ആദ്യ 5 സ്ഥാനങ്ങളിൽ 3 പേരും ഇന്ത്യൻ ടീമിൽ നിന്നാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ആധിപത്യം വിളിച്ചോതുന്ന ഒരു കണക്കുകൾ തന്നെയാണ്. 1ാം സ്ഥാനത്ത് വരുന്നത് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ട്രാവിസ് ഹെഡ് ആണ്. 855 പോയിന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. 2ാം സ്ഥാനത്താണ് അഭിഷേക് ശർമ്മയുള്ളത്, 829 പോയിന്റുകൾ. 3ാം സ്ഥാനത്ത് മറ്റൊരു ഇന്ത്യൻ താരമായ തിലക് വർമ്മയാണ് വരുന്നത്. 803 പോയിന്റുകളാണ് തിലക് വർമ്മ സ്വന്തമാക്കിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് ഉള്ളത് ഫിൽ സാൾട്ട് ആണ്. ഇംഗ്ലീഷ് താരമായ ഇദ്ദേഹത്തിന്റെ പോയിന്റ് സമ്പാദ്യം 798 ആണ്. 5ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് ആണ് ഉള്ളത്. 738 പോയിന്റ് ആണ് സൂര്യക്കുള്ളത്. ഈ സീരീസിൽ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു സൂര്യ നടത്തിയിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു 5ാം സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കൂടുതൽ മുന്നേറാൻ സൂര്യകുമാർ യാദവിന് സാധിക്കുമായിരുന്നു. ഇനി ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് വരുൺ ചക്രവർത്തിയാണ്. അദ്ദേഹം ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അഖിൽ ഹുസൈൻ ആണ് 1ാം സ്ഥാനത്ത് വരുന്നത്. വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. 5 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകൾ വീഴ്ത്താൻ ഈ ഒരു സ്പിന്നർക്ക് സാധിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.